ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു തോടിൽ കുറച്ച് പരലിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പിടിക്കാൻ പറ്റുമോ നോക്കുക കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കുറേ പരലിനെയും വേറെ മീനുകളൊക്കെ കാണാം. പിന്നെ ഇവിടെ ആമയുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഞങ്ങളിവിടെ ചൂണ്ടയിടാൻ വന്നപ്പോൾ ഒരു പാമ്പിനെ വരെ കണ്ടായിരുന്നു. ഈ തോടിൻ്റെ അടുത്തൊരു വലിയൊരു കുളമുണ്ട്. ഈ കുളത്തിൽ നിന്നാണ് ആ മീനുകൾ ഫുള്ള് തോട്ടിലോട്ട് വരുന്നത്. കുളത്തിൽ നിന്ന് എല്ലാ മീനുകളൊന്നും വരുന്നില്ല, എന്നാലും ചില മീനുകളൊക്കെ വരുന്നുണ്ട്. ഈ കുളം ഒരു വീടിൻ്റെ അടുത്തായിട്ട് കേട്ടോ. എന്നാൽ നമുക്ക് മീൻപിടുത്തം അങ്ങ് തുടങ്ങിയാലോ. ഒരു മുഷീനെ കിട്ടിയിട്ടുണ്ട്, കുഞ്ഞിത്. നമുക്ക് നമ്മുടെ കണ്ടില്ലേ മുഷി, കുഞ്ഞി മുഷിയാണേ. നമുക്ക് പെട്ടെന്ന് വെള്ളത്തിൽ കൊണ്ടിടാം. ഉച്ചൻ്റെ കൈ കൊടുക്ക്. മാർക്ക് കളയല്ല സോനെ, ഇട്ടാലോ തിരിച്ചിട്ടാലോ. ഗായ്സ്, ആമയെ കിട്ടിയിരിക്കുന്നു. മീനെ പിടിക്കാൻ വന്നിട്ട് ആമേനാട്ടോ കിട്ടിയത്. നമുക്ക് ഇനി എന്തായാലും തൽക്കാലം വിടാൻ പോവാണേ. റെഡി, 1 2. ദാമങ്ങ് പോകുന്നുണ്ടേ. അങ്ങനെ ഞങ്ങൾക്കിത് വേറെ തരത്തിലുള്ളൊരു മീൻ കിട്ടി. ഇത് അവിടെ കണ്ടില്ലേ ചാടിക്കളിക്കുന്നത്. പിന്നെ ഇത് ഗപ്പി പോലത്തെ ഒന്നിനെയും കിട്ടി. പിന്നെ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതെന്തോ വെള്ളത്തിപ്പാറ്റയാണ്. ഇത്ര ഈ കുരൽ കിട്ടിയുള്ളൂ. ഓക്കെ, കാണിച്ച്. അത് ഒരു വരാലിൻ്റെ കുഞ്ഞുണ്ട്. പിന്നെ കുറേ മുഷിയുണ്ട് കേട്ടോ. എല്ലാ സമയം കിട്ടുന്ന മുഷിയാണ്. പിന്നെ വേറെ 2 തരത്തിലുള്ള മീനുകളും, പിന്നെ കുറച്ച് വേറെ കാറ്റ് ഫിഷ് പോലത്തെ, പിന്നെ ഒരു ചെറിയൊരു മീനുണ്ട്. പിന്നെ കിട്ടിയ ഒരു കൊഞ്ചിനെ, അത് മേളിങ്ങനെ കടങ്ങി നടപ്പുണ്ട്. വേറെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. വീട്ടിലെത്തി നമ്മള് കപ്പിലോട്ട് ഒഴിക്കുവാണേ. മീനുകളൊന്നും ചാടുന്നില്ല കേട്ടോ. എത്ര ഒഴിച്ചിട്ടും മീനുകൾ ചാടുന്നില്ല. ഇപ്പോഴാണ് ഒന്ന് ചാടി തുടങ്ങിയത്. മേത്ത് വെള്ളം നിറച്ച് കഴിഞ്ഞു, എല്ലാം പോയി. കുപ്പി മാത്രമേ ഉള്ളൂ. ഇനി നമുക്കതിനെ തുറന്ന് എടുത്ത് വിടാം. ആദ്യം ഒരു മുഷീനെ ഇട്ടിട്ടുണ്ടേ. അടുത്ത മീനെ പിടിക്കാൻ വേണ്ടി പോവാം. അടുത്തത് ഒരു മുഷീനെ തന്നെ കേട്ടോ കിട്ടിയത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? അയ്യോ, മുഷിയല്ല, അത് വരാല.
ഞാൻ പിടിക്കട്ടെ. എൻ്റെ അനിയൻ്റെ മീനെ പിടിച്ചിട്ടിട്ടുണ്ടേ. ബാക്കി മീനെ കുറച്ച് വെള്ളം കളഞ്ഞിട്ട് വേണം ഇട്ടാൻ തോന്നുന്നു. അടുത്ത മുഷി. നീ എടുക്കണ്ട. ഞാൻ പിടിക്കട്ടെ. ഇതാ വരാലിനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സുന്ദര കുട്ടപ്പനാണേ, നല്ല ഗോൾഡ് കളർ. പിന്നെ അതാ താഴേക്കൂടെ മുഷി നടപ്പുണ്ട്. ആമ്പലിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. മുഷിയാണോന്ന് കറക്റ്റ് അറിയില്ല. പിന്നെ മറ്റേ കറൂപ്പ് എന്ന് പറഞ്ഞൊരു മീനും കിടപ്പുണ്ട്. കറൂപ്പ് എന്ന് പറഞ്ഞൊരു മീനാ. ശരിക്കത്തെ പേരെന്താ? എന്നെ കറൂപ്പ്. ഇപ്പം നമ്മൾ വെള്ളം മറിച്ചിട്ടാട്ടോ ഇനി മീനുകളിടുന്ന. അപ്പോൾ വെള്ളം മറിച്ചിക്കുന്നതിൻ്റെ ഒപ്പം മീനുകളൊക്കെ പൊക്കോളും. ഇതപ്പോൾ എല്ലാ മീനുകളും വന്നിട്ടുണ്ട്. വരാലിനെ നമ്മൾ നേരത്തെ കണ്ടു, അവൻ അവിടെ തന്നെയാണ്. എല്ലാ മീനുകളും സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി നിൽപ്പുണ്ട്. കുഞ്ഞു മീനുകളെ വലിയ മീനുകൾ കഴിക്കും എന്നുള്ള ഉറപ്പാണ്. ഈ വരാൽ അങ്ങനെ ചാടിപ്പോവെന്നുള്ളൊരു പേടി. നിങ്ങൾക്കെല്ലാ മീനുകളും കാണാൻ പറ്റുന്നുണ്ടോ ശരിക്കും എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് കാണാം. നമ്മൾ തന്നെയല്ലേ അവന്. അങ്ങനെ എല്ലാങ്ങളും അങ്ങനെ ഓടി നടപ്പുണ്ട്. ഇനി കുറേ വെള്ളം നിറയ്ക്കണം. സെക്കൻഡ് പാർട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇനി വരുമെന്ന പ്രതീക്ഷയിൽ. ബൈ.